സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഈ ദിവസം ഈ വചനങ്ങൾ നാം വായിക്കുമ്പോൾ ആർക്കും തന്നെ ഇങ്ങനെയുള്ള സ്നേഹമില്ലെന്ന് മനസ്സിലാക്കാം. എന്നാൽ യേശുവിൻ്റെ പേരിവിടെ ഇടുകയാണെങ്കിൽ തീർച്ചയായും അതവിടെ യോജിക്കും. അതുകൊണ്ട് നമുക്ക് അത് വായിക്കാം. 1 കൊരിന്ത്യർ 13:4 യേശുക്രിസ്തു ദീർഘമായി ക്ഷമിക്കുന്നു, യേശുക്രിസ്തു ദയ കാണിക്കുന്നു, യേശുക്രിസ്തു സ്പർദ്ധിക്കുന്നില്ല, യേശുക്രിസ്തു നിഗളിക്കുകയില്ല, യേശുക്രിസ്തു ചീർക്കുന്നില്ല, യേശുക്രിസ്തു അയോഗ്യമായി നടക്കുന്നില്ല, യേശുക്രിസ്തു സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, യേശുക്രിസ്തു ദേഷ്യപ്പെടുന്നില്ല, യേശുക്രിസ്തു ദോഷം കണക്കിടുന്നില്ല, യേശുക്രിസ്തു അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, യേശുക്രിസ്തു എല്ലാം പൊറുക്കുന്നു, യേശുക്രിസ്തു എല്ലാം വിശ്വസിക്കുന്നു, യേശുക്രിസ്തു എല്ലാം പ്രത്യാശിക്കുന്നു, യേശുക്രിസ്തു എല്ലാം സഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. സെറ്റാകുന്നുണ്ടോ ഇല്ലയോ? യേശുക്രിസ്തു ദീർഘമായി ക്ഷമിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എത്ര ക്ഷമയോടു കൂടിയതാണെന്ന് ചോദിച്ചാൽ അവൻ ദീർഘമായി ക്ഷമിക്കുന്നവൻ ആണ്. 30 വയസ്സായാലും 40 ആയാലും 50 ആയാലും 60 വയസ്സായാലും നമ്മുടെ പാപത്തിനനുസരിച്ചുള്ള ശിക്ഷ അവൻ നമുക്ക് നൽകുന്നില്ല. അവൻ നമ്മെ ശിക്ഷിക്കാതെ നമ്മോട് ക്ഷമിക്കുന്നു, നമ്മോട് ദയ കാണിക്കുന്നു. നാം അത് ഗ്രഹിക്കുന്നില്ല. എനിക്കെന്താണ് കുഴപ്പം? പ്രാർത്ഥന ചെയ്തതിൽ എന്താണ് കുഴപ്പം? കള്ളം പറഞ്ഞപ്പോൾ എന്താണ് കുഴപ്പം? കൈക്കൂലി വാങ്ങിയാൽ എന്താണ് കുഴപ്പം? ഞാൻ മദ്യപിക്കുന്നുണ്ടല്ലോ, എനിക്കിതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും എന്ന് ചിലർ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നിന്നോട് ക്ഷമിക്കുകയാണ്, നിന്റെ ജീവിതം നശിക്കാതിരിക്കുവാൻ വേണ്ടി നിന്നോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് ചിലർ മനസ്സിലാക്കുന്നില്ല. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. ബൈബിൾ നിങ്ങൾ വായിച്ചാൽ അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. കോപം എത്ര നേരത്തേക്കാണ്? ക്ഷണനേരത്തേക്ക്. നിങ്ങൾക്ക് അപകടമുണ്ടായിട്ടുണ്ടോ? എത്ര സമയം വേണം അപകടമുണ്ടാകാൻ? ഇപ്പോൾ വന്ന് ഇടിക്കും 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 എന്ന് പറഞ്ഞാണോ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്? നമ്മൾ നനയ്ക്കാത്ത സമയത്താണ്. ഒരിക്കൽ എനിക്ക് ബൈക്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു, ഒരിക്കൽ സൈക്കിളിൽ നിന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചു, ഒരിക്കൽ എനിക്ക് കാറിൽ നിന്ന് ആക്സിഡൻ്റ് ഉണ്ടായി. എന്താണ്? ഒരു ദിവസം ഞാൻ സൈക്കിളിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ സുഖമായി പോവുകയായിരുന്നു. അപ്പോൾ സൈക്കിളിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ, അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ റോഡിൽ ഇടിച്ചു വീഴാനിടയായി. എങ്ങനെയാണ് എന്നെ വണ്ടി വന്ന് ഇടിച്ചത്, എങ്ങനെ ഞാൻ വീണു എന്ന ഒരു കാര്യവും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത്, കാറിടിച്ച സമയത്ത് ദൈവം എന്നെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് പോകുമായിരുന്നു. എന്താണ്? ആ ഒരു ക്ഷണം ദൈവം നമ്മെ വിടുവിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം പോകുമായിരുന്നു. എന്താണ്? കോഴിമുട്ട കൊണ്ടുവന്നിട്ട് താഴെയിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സോറി എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ കഴിയുമോ? വീണ്ടും നമുക്ക് അത് ഒരുമിച്ച മുട്ട അങ്ങനെ ആക്കാൻ കഴിയുമോ? അതുപോലെയുള്ളൂ. നമുക്ക് ദൈവം ഒരു കോഴിമുട്ട തന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ റബ്ബർ ടയർ കയറുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും അപ്പോൾ? ഇതിൽ നിന്ന് ചോരയും എല്ലാം വരുവാൻ ഇടയാകും. സാധാരണ മുട്ട പൊട്ടിയാൽ നമുക്ക് ആംപ്ലേറ്റ് അടിച്ച് കഴിക്കാൻ കഴിയും. എന്നാൽ ഈ മുട്ട പൊട്ടിപ്പോയ ശവമടക്ക് നടത്തേണ്ടി വരും. ശരിയല്ലേ? ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ജീവിക്കുന്നത്. 1 മിനിറ്റിൽ 72 തവണയാണ് നമ്മുടെ ഹൃദയം ഇടിക്കുന്നത്. 1 മിനിറ്റിൽ 25 തവണ ശ്വാസോച്ഛ്വാസം നാം എടുക്കാറുണ്ട്. ടിക് 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 ശബ്ദം തീർന്നാൽ ഹാർട്ട് അറ്റാക്ക് വരും. നീ വിട്ട ശ്വാസം നിനക്ക് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്രയുള്ളൂ. എന്താണ്? മനുഷ്യൻ എത്ര വെല്ലുവിളിയാണ് നടത്തുന്നത്. നിന്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. അവൻ എത്ര ക്ഷമയോടുകൂടിയാണ് ആയിരിക്കുന്നത്. അവനെ വിശ്വസിച്ചില്ലെങ്കിലും, അവൻ്റെ അടുക്കൽ വന്നില്ലെങ്കിലും, അവനെ എതിരായി നീ തീർന്നാലും, അവനെ അന്വേഷിച്ചില്ല എങ്കിലും, അവനെ ദുഃഖപ്പെടുത്തിയാലും, നീ അവൻ്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിലും, നീ എപ്പോഴെങ്കിലും മാറും, നിന്റെ ജീവിതം മാറും എന്ന് പറഞ്ഞ് അവൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ ഹോസ്പിറ്റലിലായിട്ട് 6 മാസം കൊണ്ട് മരിച്ചു പോകും എന്നാണോ?
നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് നീണ്ടു നിവർന്നങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? അപ്പോൾ ഓർമ്മയുണ്ടാകും, മുകളിൽ എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ വരെയും ഓഫീസും ജോലിയും കൃഷിയും പണവും കമ്പ്യൂട്ടറും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ദൈവത്തെങ്കിലേക്ക് നോക്കുകയില്ല. എന്നാൽ കട്ടിലിൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ദൈവത്തെങ്കിലേക്ക്, സ്വർഗത്തിലേക്ക് തിരിയുവാൻ ഇടയാകും. എന്താണ്? ആ സമയത്ത് ബുദ്ധി ഉണ്ടാകുവാൻ ഇടയാകും. കാലൊടിയുന്ന സമയത്ത് ശരി, ആ ദൈവദാസനെ വിളിക്കൂ, പ്രാർത്ഥന ചെയ്യാം എന്ന് ബുദ്ധി ഉണ്ടാകാൻ ഇടയാകും. അപ്പോൾ പാസ്റ്ററിന് പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിക്കുന്നു, മാനസാന്തരപ്പെടുത്തുവാൻ അവസരം ലഭിക്കുന്നു, സൗഖ്യപ്പെടുത്തുവാൻ അവസരം ലഭിക്കുന്നു. എന്നാൽ കൂടെ കൂടെ ശാസന കേട്ടിട്ടും അനുസരിക്കാത്തവർക്ക് അങ്ങനെയുള്ള അവസരം ഇല്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ നാം താമസിക്കരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് പ്രാണൻ നൽകിയതായ കർത്താവിനെ നാം സ്നേഹിച്ചിട്ട് നമ്മുടെ ജീവിതം അവന് വേണ്ടി സമർപ്പിക്കണം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മോട് ദയ കാണിക്കുകയാണ്. ദീർഘമായി നമ്മോട് ദയ കാണിക്കുന്നു. ദയ എന്ന വാക്കിന് അർഹത ഇല്ലാത്തവരോട് കാട്ടുന്ന കരുണ, അർഹത ഇല്ലാത്തവരോട് ക്ഷമ കാണിക്കുന്നത്, യോഗ്യത ഇല്ലാത്തവരെ അനുഗ്രഹിക്കുന്നത് എന്നാണ് അർത്ഥം. യേശുക്രിസ്തു നമ്മെ എന്തിനാണ് അനുഗ്രഹിക്കുന്നത്? പണത്തിനു വേണ്ടിയാണോ അനുഗ്രഹിക്കുന്നത്? അതോ നാം നല്ല ഭക്തരായതുകൊണ്ടാണോ അനുഗ്രഹിക്കുന്നത്? അതോ അവന് ഇഷ്ടമുള്ളവരായി ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവരോട് ദയ കാണിക്കുന്നത് എന്ന് ഉണ്ടോ? അവൻ എളിയവരോട് ദയ കാണിക്കുന്നവനാണ്, ദരിദ്രന്മാരോട് ദയ കാണിക്കുന്നു. യോഗ്യത ഇല്ലാത്തവരെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അവൻ കാൽവരി ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അടുത്തു കിടന്ന ഒരു കള്ളൻ, 2 കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞു, നീ കർത്താവാണെങ്കിൽ ഇറങ്ങി വരൂ എന്ന്, നിന്നെയും രക്ഷിക്കൂ ഞങ്ങളെയും രക്ഷിക്കൂ എന്ന് പറഞ്ഞു. മറ്റൊരു കള്ളൻ എന്താണ് പറഞ്ഞത്? നാമും അതേ ശിക്ഷാവിധിയിൽ ഉള്ളവരാണല്ലോ, നീ ദൈവത്തെ ഭയപ്പെടൂ, നമ്മെ സംബന്ധിച്ച് ഇത് ന്യായമായ ശിക്ഷ, എന്നാൽ ഇവനിൽ ഒരു ദോഷവും കാണുന്നില്ല. ഞാൻ ദോഷിയാണ്, ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണ്, എന്നാൽ ഇവൻ നിർദോഷിയാണെന്ന് അവൻ വിശ്വസിച്ചു. അവങ്കിലേക്ക് തിരിഞ്ഞിട്ട്, യേശുവേ, നീ രാജാവായി വരുന്ന സമയത്ത് എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിന് എതിരായിട്ട് നീ ജീവിച്ചിട്ട് സ്വർഗരാജ്യത്തിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകണമോ എന്ന് പറഞ്ഞോ? എന്താണ്? നീ പോയി സ്നാനപ്പെട്ടിട്ട് വരൂ എന്ന് പറഞ്ഞോ? അത് സാധിക്കില്ല എന്ന് കർത്താവ് പറയാനിടയായോ? എന്താണ് കർത്താവ് പറഞ്ഞത്? ഇന്ന് നീ എന്നോടൊപ്പം പരദീസയിലിരിക്കും. അവനോട് ദയ കാണിച്ചു. ദയ കാണിക്കുന്നത് യാചിക്കുന്നവരോട് ദയ കാണിക്കുന്നതല്ല. ചിലർ യാചിക്കാറുണ്ട്, ചിലർ ദൈവത്തോടും അങ്ങനെ യാചിക്കാറുണ്ട്. കർത്താവെ, നീ അത് തന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, അത് തന്നാൽ ഇങ്ങനെ ചെയ്യാം എന്ന് കർത്താവിനോട് ചിലർ യാചിക്കാറുണ്ട്. കർത്താവെ, നീ 1,00,000 രൂപ തന്നാൽ നിനക്ക് ദശാംശം തരാം. 1,00,000 രൂപ ദൈവം തന്നാൽ നീ ദശാംശം കൊടുക്കുമെന്നോ? എന്താണ്? അനേകം ആളുകൾ ഈ കാലത്ത് ദൈവത്തോടങ്ങനെ കണക്ക് പറയാറുണ്ട്. യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ ഞാൻ പോകുന്ന വഴിയിൽ നീ എന്നോട് കൂടെയിരുന്ന് എനിക്ക് കഴിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും തന്നാൽ നീ എൻ്റെ ദൈവമായിരിക്കും, ഞാൻ നിനക്ക് ദശാംശം നൽകാം, ഇവിടെ നിന്റെ ആലയം പണിയാം എന്നവൻ ദൈവത്തോട് നേർച്ച നേർന്നു. എന്നാൽ ദൈവം അവൻ്റെ കൂടെയിരുന്നു. ദൈവം നല്ലവനാണ്. എന്താണ്? അവൻ വലിയവനാണ്, അവൻ ദയ കാണിക്കുന്ന ദൈവമാണ്. എന്നാൽ അതല്ല യഥാർത്ഥമായ അനുഗ്രഹമെന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി പിന്നീട് ദൈവത്തോട് പോരാടി, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിട്ടുമാറില്ല എന്ന് പറയാനിടയായി. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടൊപ്പമുണ്ടെങ്കിൽ നമ്മുടെ ആഹാരവും വസ്ത്രവും എല്ലാം നമുക്കുണ്ടായിരിക്കും. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്നാൽ ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അവൻ സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ കർത്താവായ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ചെറിയ കാര്യങ്ങൾ ചോദിക്കരുത്, വൻ കാര്യങ്ങൾ ചോദിക്കൂ. ദൈവഭക്തനായി വില്യം കേരി പറഞ്ഞു, ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കൂ, അവനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക എന്ന്. ദൈവം സ്നേഹവാനാണ്, ദയ കാണിക്കുന്നവൻ, ദീർഘക്ഷമയുള്ളവൻ. തന്നെത്താൻ പുകഴ്ത്തപ്പെടുന്നവർ താഴ്ത്തപ്പെടും. എപ്പോഴും പുകഴ്ത്തരുത്. മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. പുകഴ്ത്തുന്നവൻ എങ്ങനെയുള്ളവൻ? ശൂന്യമായ സ്പൂണുകൊണ്ട് കഴിപ്പിക്കുന്നവനാണ്. ശൂന്യമായ സ്പൂണുകൊണ്ട് തീറ്റിക്കുന്നവനാണ് പുകഴ്ത്തുന്നവൻ. തിന്നു, കുറച്ചുകൂടെ, ഇനിയും കുറച്ച് തിന്നാലല്ലേ പറ്റൂ. എന്തുണ്ടതിൽ? തിന്നു, ശരിക്ക് കഴിക്കൂ. അതിലെന്താണ് പക്ഷെ ഉള്ളത്? നിന്റെ കളർ എത്ര നല്ലതാണ്, തിന്നു, തിന്നു, നല്ല. അങ്ങനെ 1 മണിക്കൂർ തിന്നാലും വയറ് നിറയുമോ? ഇല്ല.
എന്താണ്? മനുഷ്യർ എന്തിനു വേണ്ടിയാണ് നിന്നെ പുകഴ്ത്തുന്നത്? നിന്നെ പുകഴ്ത്തുകയാണെങ്കിൽ അയ്യോ എന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ പുകഴ്ത്തലിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ദൈവദാസന്മാരും മറ്റുള്ളവരെ പുകഴ്ത്തുകയാണ്. ലോകത്തിലുള്ളവർ അങ്ങനെയാണ്, ആത്മീയരും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ മക്കൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്? നിഗളിക്കാൻ പാടില്ല, നിഗളിക്കുവാൻ പാടില്ല. ഞാൻ എന്താണോ ആയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. പൗലോസിനെ പോലുള്ള വ്യക്തിക്ക് പുകഴ്ത്തുവാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഗമാലിയേലിന്റെ അടുക്കൽ പോയി പഠിച്ചവനാണ്, വേദങ്ങൾ പഠിച്ചവനാണ്, ന്യായപ്രമാണങ്ങൾ അരച്ചു കലക്കി കുടിച്ചവൻ, പരീശനാണ്. ആ കാലത്ത് റോമൻ പൗരത്വം എന്ന് പറഞ്ഞാൽ വളരെ വിലയേറിയതാണ്. വളരെ ജ്ഞാനം സമ്പാദിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും യേശുക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, ഞാനും അപ്പോസ്തലനാണ്, 12 പേർ ശിഷ്യന്മാർ മാത്രമല്ല. കർത്താവിനെ ഞാൻ അനുഗമിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിനെ കാണാനിടയായി, കർത്താവിനെ തിരഞ്ഞെടുത്തു എന്ന് പറയാനിടയായി. കുറെ നാൾ ആത്മീയനായി ജീവിച്ചിട്ട് കുറെ ആത്മാക്കളെ സമ്പാദിച്ച ശേഷം കർത്താവിനോടൊപ്പം നടന്ന ശേഷം പിന്നീട് എന്താണ് എഴുതിയതെന്നറിയാമോ? ഞാൻ വിശുദ്ധന്മാരിൽ ഒരുവൻ ആണെന്നാണ് പറഞ്ഞത്. താഴ്ന്നുവോ ഉയർന്നുവോ? 12 പേർ ശിഷ്യന്മാരിൽ ഒരുവനാണെന്ന് പറഞ്ഞവൻ ഞാനും ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധനാണെന്ന് പറഞ്ഞു. എന്താണ്? താഴ്ത്തുകയാണ്. ജീവിതത്തിൽ അനേകം ആത്മാക്കളെ നേടിയിട്ട്, ക്രിസ്തുവിന് വേണ്ടി അനേകം കഷ്ടങ്ങൾ അനുഭവിച്ച്, ക്രിസ്തുവിന് വേണ്ടി അനേകം ശുശ്രൂഷകൾ ചെയ്തിട്ട് അവസാനം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പാപികളിൽ വെച്ച് ഒന്നാമത്തവൻ. എന്താണ്? കർത്താവിനോട് അടുത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മിലെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തെ അറിയില്ലെങ്കിൽ, ദൈവമില്ലെങ്കിൽ നീ ആയിരിക്കും ഹീറോ. ദൈവമുണ്ടെങ്കിൽ നീ സീറോ ആയിരിക്കും. ദൈവത്തിന് മുൻപിൽ ഞാൻ എത്രമാത്രം എളിയവനാണെന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത്ര വലിയ ദൈവത്തിന് മുൻപിലാണ് നാം ആയിരിക്കുന്നത്. നിന്റെ ദൃഷ്ടി നിനക്ക് വലിയവനായി തോന്നിയാൽ, നിന്റെ മുൻപിൽ നീ തന്നെ വലിയ വ്യക്തിയാണെന്ന് തോന്നുകയാണെങ്കിൽ അതെത്ര അജ്ഞാനമാകുന്നു. മരമില്ലാത്തടത്ത് ഒരു ചെറിയ ചെടി മഹാവൃക്ഷമാണെന്ന് പറയുന്നു. അബ്ബ, ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ചെടിയാണ് നോക്കിയാൽ, എന്നാൽ വലിയ വൃക്ഷമാണെന്നാണ് വിചാരിക്കുന്നത്. ദൈവത്തോടൊപ്പം നാം ആയിരിക്കുമ്പോൾ നാം താഴ്ത്താനിടയാകും. നിന്റെ മുൻപിൽ ഞാൻ പൂജ്യമാണ്. പൂജ്യത്തിന് എത്രയാണ് വില എന്ന് പറയാമോ? 2 പൂജ്യമാണെങ്കിൽ, 3 പൂജ്യമാണെങ്കിൽ, 100 പൂജ്യമാണെങ്കിൽ, എത്ര പൂജ്യമാണെങ്കിലും അത് പൂജ്യമാണ്. എന്നാൽ ആ 100 പൂജ്യത്തിൻ്റെ വശത്ത് 1 വന്നാൽ അതിൻ്റെ വില എത്രയാണ്? കോടികൾ കോടികളാകും. എന്താണ്? കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് വിലയുണ്ട്. കർത്താവില്ലെങ്കിൽ നമ്മുടെ വില പൂജ്യം. എന്താണ്? ഒരുവൻ ലോകം മുഴുവൻ നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവന് എന്ത് പ്രയോജനം? ദയവുചെയ്ത് എഴുന്നേറ്റ് നിൽക്കൂ. എല്ലാവർക്കും തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കുക. ഈ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിറയ്ക്കാം. എത്രയോ പേർ സ്നേഹമില്ലാതെ നശിച്ചു പോകുന്നു. സ്നേഹിക്കുവാൻ ആരുമില്ലാതെ സങ്കടത്തോടെ കരയുന്നവരുണ്ട്. ഡിപ്രഷനിൽ അകപ്പെട്ടു പോകുന്നവരുണ്ട്. ക്രിസ്തു സ്നേഹിക്കുന്നു എന്ന കാര്യം, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പ്രാണൻ തന്നിരിക്കുന്നു എന്ന വിഷയം നീ രുചിച്ചറിയുക. അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. യേശുവേ, നിന്റെ സ്വർഗീയ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. അത് മറ്റുള്ളവർക്ക് പകരുവാൻ എന്നെ നീ സഹായിക്കണമേ. കോപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അഹങ്കാരത്തിൽ നിന്ന് വിടുവിക്കണം. അശുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിടുവിക്കണം. അനുസരണയോടെ ജീവിക്കാൻ വേണ്ടി കർത്താവെ സഹായിക്കണം. യേശുവേ, നിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് ക്ഷമയോടുകൂടി എന്നെ വിദ്വേഷിക്കുന്നവരോട് ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ശത്രുക്കളെപ്പോലും സ്നേഹിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ വീട്ടുകാരെ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ സ്വന്തക്കാരെ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നരകതുല്യമാകുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്തത്. നിന്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിൽ നീ നിറയ്ക്കണമേ. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ജീവിതത്തെ നീ നോക്കണമേ. ഞങ്ങളുടെ ജീവിതം ഉണങ്ങിയ അവസ്ഥയിലായിരിക്കുന്നു. സ്നേഹമില്ലാതെ ഉണങ്ങിയിരിക്കുന്നു. അസൂയയും വിദ്വേഷവും ഞങ്ങളിൽ കാണുന്നുണ്ട്. സ്വാർത്ഥത ഞങ്ങളിൽ ഉണ്ട്. അനുസരണക്കേട് ഞങ്ങളിൽ കാണുന്നുണ്ട്. അശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ അന്ത്യനാളുകളിൽ സ്നേഹം തണുത്തുപോയിരിക്കുന്നു.
യഥാർത്ഥമായ സ്നേഹമില്ലാതെ, നിസ്വാർത്ഥ സ്നേഹമില്ലാതെ അനേകരാൽ വഞ്ചിക്കപ്പെടുന്നതായ നമ്മുടെ തലമുറകൾ, അനേകർ നശിച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കുന്നു. സ്നേഹിച്ചിട്ട് വഞ്ചിക്കുന്നതായ അനേക വിഷയങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. ദൈവമേ, ഇങ്ങനെയുള്ള ഭീതികരമായ ഈ അവസ്ഥയിൽ യേശുവിൻ്റെ സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ പകരണമേ. നിന്റെ സ്നേഹം ഞങ്ങളുടെ മുതിർന്നവരിൽ ഉണ്ടായിരിക്കുന്നതിനായി, നിന്റെ സ്നേഹം ഞങ്ങളിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സംസാരത്തിൽ, പ്രവൃത്തിയിൽ യേശുവിൻ്റെ സ്നേഹത്തിനെ കാണിച്ചു കൊടുത്ത് ഈ ലോകത്തിന് യേശുക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ വിദ്വേഷം, അസൂയ, ഗർവം, പക, പിണക്കം ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ അതെല്ലാം ഉപേക്ഷിക്കുവാൻ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ. ക്ഷമയും മനസ്സലിയുമുള്ളവരായി, നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ളവരായിട്ട് നിന്റെ സാക്ഷിയായി ദിനംതോറും നിൽക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ സ്നേഹത്തിന് കീഴിലാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.